ശ്രീകൃഷ്ണ അവതാരം, കംസവധം. ക്രൂരനായ രാജാക്കന്മാർക്ക് ഇടിമിന്നൽ പോലെ ഒരു പേടി അനുഭവപ്പെട്ടു. നല്ല രാജാക്കന്മാർക്ക് നേതൃത്വം കൊടുക്കാൻ ശക്തനായ ഒരു രാജാവ് വരുന്നത് പോലെ തോന്നി. കാമദേവൻ തങ്ങളുടെ കഴുത്തിൽ മാലയിടാനായി വരുന്നതായിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് തോന്നിയത്. പിതാക്കന്മാർക്കും മാതാക്കന്മാർക്കും കൃഷ്ണനെ കണ്ടപ്പോൾ പിതൃഭാവവും മാതൃഭാവവും തോന്നി. അസത്തുക്കളായ രാജാക്കന്മാർക്ക് തങ്ങളെയൊക്കെ ശ്വാസിക്കാൻ പോകുന്ന രാജാവിനെയാണ് എന്നാണ് തോന്നിയത്. രാജസിംഹാസനത്തിലിരുന്ന കംസന് തോന്നിയത് കാലം തന്നെ നേരെ നടന്നെടുക്കുന്നു എന്നാണ്. അവിടെ ഉണ്ടായിരുന്ന യോഗികൾക്ക് തോന്നിയത് തങ്ങളുടെ ഉള്ളിലുള്ള ഭഗവത് ചൈതന്യം വസുദേവരുടെയും ദേവകീദേവിയുടെയും പുത്രനായി ഒരു കാർവർണ്ണനായി വരുന്നു എന്നാണ്. വൃഷ്ണികൾക്ക് തോന്നിയത് തങ്ങളുടെ പരദേവത വരുന്നു എന്നാണ്. അങ്ങനെ കംസന്റെ വരവ് ഓരോരുത്തർക്കും ഓരോന്നായി അനുഭവപ്പെട്ടു. ഈ ലോകം നാം കാണുന്നത് നമ്മുടെ വികാരമനുസരിച്ചായിരിക്കും. സ്നേഹമുള്ള ആളെ കാണുമ്പോൾ ഇവളെ സ്നേഹിക്കാൻ പറ്റിയതാണെന്ന് തോന്നും. മനസ്സിൽ പ്രേമമുണ്ടെങ്കിൽ മറ്റൊരു വികാരം തോന്നും. മനസ്സിൽ ക്രോധമാണെങ്കിൽ അവരോട് ക്രോധം തോന്നും. ഒരു പണക്കാരൻ നടന്നു പോകുമ്പോൾ അസൂയ തോന്നും. എന്നാൽ അയാളാണോ അസൂയ ഉണ്ടാക്കിയത്? അല്ല, നമ്മുടെ മനസ്സാണ് അസൂയാലുവായത്. നമ്മുടെ മനസ്സിനനുസരിച്ച് നാം ഓരോന്നും കാണും. അതാണ് ലോകം. ചാണൂരനും മുഷ്ടികനും ഭഗവാനോട് ഏറ്റുമുട്ടി. ഭഗവാൻ വേഗം അവരെ തീർത്തു. കംസൻ അങ്ങനെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ്. ഒരാൾ ഓടി വന്ന് പറഞ്ഞു, അവരുടെ കഥ കഴിഞ്ഞുവെന്ന്. കംസൻ വിചാരിച്ചു കുട്ടികളുടെ കഥയാണ് കഴിഞ്ഞെന്ന്. രാമകൃഷ്ണന്മാർക്ക് ഒന്നും പറ്റിയിട്ടില്ലെന്ന് മനസ്സിലായപ്പോൾ കംസൻ കിടുകിട വിറയ്ക്കാൻ തുടങ്ങി. 14 വർഷമായി താൻ കാത്തിരുന്ന ആ രൂപമാണ് ഇപ്പോൾ ഇങ്ങോട്ട് കടന്നു വരാൻ പോകുന്നത്. അങ്ങനെ കംസൻ നോക്കി നിൽക്കുമ്പോഴേക്കും പടപടാ ശബ്ദത്തോടുകൂടി ഭഗവാൻ അവിടെ എത്തി. ഒറ്റയടിക്ക് തന്നെ ഭഗവാൻ കംസനെ മലർത്തിയിട്ടു. കംസൻ അവിടെ കിടന്നു നോക്കിയപ്പോൾ കാർവർണ്ണമേഘമുള്ള പീതാംബരധാരിയായ ഒരു ചെറിയ കുട്ടിയെയാണ് കണ്ടത്. ഉണ്ണിയെ കണ്ടപ്പോൾ തോന്നിയ ആകർഷണത്തിൽ വാളുപോലും എടുക്കാൻ തോന്നിയില്ല. 14 വർഷത്തെ ഭയം കംസന്റെ ഉള്ളിൽ ഒരു ഭക്തിയായി മാറി എന്നാണ്. എങ്കിലും തൻ്റെ ശത്രുവാണല്ലോ എന്ന് കരുതി തൻ്റെ വാൾ വലിച്ചൂരാൻ തുടങ്ങിയപ്പോഴേക്കും കംസന്റെ നെഞ്ചിലേക്ക് ചാടി വീണ് കംസൻ 4 ഇടി കൊടുത്തു. അതോടെ കംസന്റെ പണി തീർന്നു. അപ്പോൾ കംസന്റെ കണ്ണുകൾ കണ്ണനോട് യുദ്ധത്തിന് വന്നു. കണ്ണൻ ഉടനെ തന്നെ അവരുടെയും കഥ കഴിച്ചു. പിന്നീട് ജയിലിൽ ചെന്ന് അച്ഛനെയും അമ്മയെയും മോചിപ്പിച്ചു. ഉഗ്രസേന രാജാവിനെയും മുക്തനാക്കി. ഭഗവാൻ കെഞ്ചിക്കൊണ്ട് ഒരു കുഞ്ഞിൻ്റെ ഭാവത്തിലേക്ക് വന്ന് ദേവകി ദേവി 2 മക്കളെയും മടിയിലിരുത്തി. അപ്പോൾ നന്ദഗോപർക്ക് തോന്നി താൻ ഇത്രയും കാലം കുഞ്ഞായി കൊണ്ടു നടന്ന കൃഷ്ണൻ തൻ്റെ പുത്രനല്ല, വസുദേവരുടെയും ദേവകിയും ദേവിയുടെയും പുത്രനാണെന്ന്, എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് താമസിപ്പിച്ചതാണെന്ന്. അവിടെ വെച്ച് നന്ദഗോപാൽ കൃഷ്ണനോട് യാത്ര ചോദിക്കാൻ പോവുകയാണ്. ഉണ്ണി, എന്താണ് ഞാൻ അമ്മയോട് പറയേണ്ടത്? നിങ്ങൾ എനിക്ക് അച്ഛനും അമ്മയും ആണ്. തീർച്ചയായും ഞാൻ അവിടെ വന്നിരിക്കും. അമ്മയോട് വിഷമിക്കരുത് എന്ന് പറയണം. അങ്ങനെ ഒരു വേർപാടിൻ്റെ വേദനയുമായി നന്ദഗോപാൽ പോകുന്നു. ഗോപന്മാരും കൃഷ്ണനുമില്ലാത്ത വൃന്ദാവനത്തിലേക്ക് പോകുന്നു. ഉഗ്രസേനനെ ചക്രവർത്തിയാക്കി ഭഗവാൻ ഗുരുകുല വിദ്യാഭ്യാസത്തിനായി സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലേക്കും പോകുന്നു. 64 ദിവസം കൊണ്ട് 64 കലകൾ പഠിക്കുന്നു. അവിടെ വെച്ച് കണ്ണന് കിട്ടിയ ആത്മസുഹൃത്താണ് സുദാമാവ്. ഗുരുകുലത്തിൽ നിന്ന് തിരിച്ചു പോകുന്നതിന് മുമ്പായി സാന്ദീപിനി മഹർഷിക്ക് തൻ്റെ നഷ്ടപ്പെട്ട മകനെ കൃഷ്ണൻ ഗുരുദക്ഷിണയായി നൽകുന്നു. പിന്നെ യുവരാജാവായിട്ട് മധുരയിലേക്ക് തിരിച്ചു വരുന്നു. അപ്പോഴാണ് ഭഗവാന് ഉഗ്രസേന ചക്രവർത്തിയുടെ സേനയിലുള്ള ഉദ്ധവരെ ആത്മമിത്രമായി ലഭിക്കുന്നത്. അതിബുദ്ധിമാനും പരമഭക്തനുമായ ഒരു സുഹൃത്തായിരുന്നു ഉദ്ധവർ. ഭഗവാൻ അഴിച്ചിടുന്ന വസ്ത്രങ്ങളാണ് ഉദ്ധവർ ഉപയോഗിക്കുക. ഭഗവാൻ കാണുന്നതും പറയുന്നതും മാത്രം കേട്ട് ജീവിച്ചിരിക്കുന്ന ഒരു കൂട്ടുകെട്ടായിരുന്നു ഭഗവാനും ഉദ്ധവർക്കും ഇടയിൽ ഉണ്ടായിരുന്നത്.